അവര് പറയണ പോലെ വിശ്വാസം ഇല്ലാന്ന് ഞാൻ അത് അംഗീകരിച്ചു കൊടുക്കാം. ഒരു കണ്ടീഷൻ ഞാൻ തിരിച്ചു വെക്കാണ്. മനുഷ്യന്റെ മരണം അവരൊന്ന് തടഞ്ഞു കാണിച്ചു തരട്ടെ. ഈ പറയുന്ന ആളുകള് എല്ലാം കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണ ഈ ഒരു കാലത്ത് ഒരു മനുഷ്യന്റെ ഇപ്പൊ എന്റെ ജീവിതം ഞാൻ പറയുന്ന പോലെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് തരട്ടെ. എനിക്ക് ഇത്ര വരെ ജീവിക്കണം, അതിൽ എനിക്ക് ഇന്ന പോലെയൊക്കെ ആണെന്നുള്ള രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്ത് തരാൻ ഏതെങ്കിലും ഒരു കാലത്ത് ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഞാനൊരു നിരീശ്വരവാദി ആവാനെ കുറിച്ച് തന്നെ ആലോചിക്കുക പോലും ചെയ്യുള്ളൂ. ആവുന്നല്ല, അതിനെക്കുറിച്ച് പഠനം, ശാസ്ത്ര പഠനം വേണ്ടെന്നല്ല, നമുക്ക് അതിന്റെ എത്രത്തോളം എത്തിപ്പിടിക്കാൻ പറ്റുമോ അത്രത്തോളം ലെവലിൽ ശാസ്ത്ര പഠനം വേണം. കൂടെ തന്നെ നമ്മളെ ഉള്ളിലെ ഈ ഒരു ആത്മീയ സംസ്കരണം എന്നൊക്കെ പറയില്ലേ, അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സാധനമാണ് ഈ മതപഠനം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സഹോദര മതസ്ഥന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അതിനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണമെന്ന് ഞാൻ പഠിച്ച ശാസ്ത്രത്തിൽ നിന്നല്ല, ഞാൻ പഠിച്ച മതത്തിൽ നിന്നാണ്. നമ്മള് മാതാപിതാക്കളോട് ചേ എന്നൊരു അക്ഷരം പോലും ഉച്ചരിക്കാൻ പാടില്ല. അതായത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മളത് പഠിപ്പിക്കണ്ടോന്ന് എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത്ര ഗൗരവമായിട്ട് പറയില്ല. അതായത് ചേ എന്നുള്ള അക്ഷരം പോലും പറയരുത്. പലപ്പോഴും എനിക്കടക്കം വന്നു പോണത്, അതായത് നമ്മുടെ മുഖത്തിന്റെ ഭാവം പോലും മാറാൻ പാടില്ല എന്നാണ് ഉമ്മാനോട് ഉപ്പാരോടൊന്നും. പക്ഷെ പറ്റുപോവാറുണ്ട്. അപ്പൊ ഈ ഒരു സാധനമാണ് നമ്മളെ മനസ്സിലേക്ക് വരാറ്. അതെന്തുകൊണ്ട് എനിക്ക് വരുന്നത്, ഈ ഒരു മതപഠനത്തിലൂടെ ഇത് പഠിച്ചുകൊണ്ടല്ലേ വരുന്നത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറച്ചുന്നുണ്ടവൻ എന്നിൽപ്പെട്ടവനല്ല. ഇത് പഠിച്ചത് ശാസ്ത്രത്തിൽ നിന്നാണോ? ഇത് കേൾക്കുന്നവർ ചിന്തിക്കണം. അതേപോലെ അനാഥ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ശാസ്ത്രത്തിന്റെ ജോലിയല്ല. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ടോണിന്റെ പ്രശ്നം എന്താ വെച്ചാല്, ഞാൻ എന്റെ ഒരു പോസിറ്റീവ് പറഞ്ഞു, പക്ഷെ അത് ശാസ്ത്രം ചെയ്യേണ്ട ജോലിയല്ല. ഒന്നുകൂടി താത്വികമായിട്ട് പറഞ്ഞ ധാർമ്മികത, അതായത് നന്മതിന്മകളെ കുറിച്ചുള്ള ബോധം നൽകുന്നതും പ്രചോദിപ്പിക്കുന്നതും മതങ്ങളാണ്, ദൈവവിശ്വാസമാണ്. ശാസ്ത്രത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുക, പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കാനുള്ള ടൂളാണ്. അതിനൊരിക്കലും ഇപ്പൊ വെള്ളം എന്താണ്, അതിലുള്ള H2O ആണെന്ന് പറയാം. പക്ഷെ അതൊരു പാവപ്പെട്ടവന് കൊടുക്കണമെന്ന് പറയേണ്ട ആവശ്യമായിരിക്കില്ല. ശാസ്ത്രത്തിന് E=mc² നിങ്ങൾക്ക് സമവാക്യം കണ്ടെത്തി നിങ്ങളൊരു ആറ്റം ബോംബ് ഉണ്ടാക്കി പൊട്ടിക്കാൻ പോകുന്നു. അപ്പൊ മതം പറയും അത് പൊട്ടിക്കാനല്ല യൂസ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇതിനാണ്. ഞാൻ പറഞ്ഞാൽ ശാസ്ത്രവും മതം ഒരിക്കലും ഏറ്റുമുട്ടുന്ന സാധനമല്ല, രണ്ടാണ്. അപ്പൊ മതം ഉണ്ടെങ്കിലേ മനുഷ്യന് നന്നാവാൻ പറ്റും. ദൈവവിശ്വാസം മതം എന്ന് പറയണേക്കാളും നല്ലേ ദൈവവിശ്വാസം പെർഫെക്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്.